കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അറിയാനാണ് താൻ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നതെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്. ആദായനികുതി വകുപ്പിന്റെ അടക്കമുള്ള പരിശോധനകൾ സാധാരണഗതിയിൽ കമ്പനികളിൽ നടക്കാറുള്ളതാണ്. ആത്മഹത്യയിലേക്ക് നയിച്ചത് പരിശോധനകൾ ആകണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചെയർമാന്റെ മരണം മൂലം കമ്പനിയെക്കുറിച്ച് പലർക്കും സംശയങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ടായി. ഈ പ്രതിസന്ധികൾ മറികടന്നതായും TA ജോസഫ് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു പേരാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന CJ റോയിയുടെ മരണം അത് വളരെയധികം ചർച്ച നേടുകയും എല്ലാം തന്നെ ചെയ്തതാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് അത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും അതിന്റെ അന്വേഷണം തുടരുകയും ചെയ്യുന്ന ഒരു ഘട്ടം. കോൺഫിഡന്റ് ഗ്രൂപ്പ് പിന്നീട് എന്തായി, പിന്നീട് എവിടെ എത്തി നിൽക്കുന്നു എന്നതെല്ലാം തന്നെ നമ്മളോട് സംസാരിക്കുന്നു. ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD TA ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. സർ, നിലവിൽ ഒരു വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ചോദിച്ചാൽ ഇപ്പോൾ എങ്ങനെയാണ് അതിന്റെ ആ കേസ് കാര്യങ്ങളുടെ ഒരു അവസ്ഥ? കേസ് ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കും ബാംഗ്ലൂർ. അത് ഓൾമോസ്റ്റ് തീർന്നു. എല്ലാ വിധത്തിലുള്ള എൻക്വയറീസും കഴിഞ്ഞു. ഇനി അവരത് ഫൈനലൈസ് ചെയ്യാനുള്ളൂ. പിന്നെ ഇപ്പോൾ ഗവൺമെന്റ് മാറി, ഗവൺമെന്റ് എല്ലായിടത്തും മുഖ്യമന്ത്രിയൊക്കെ മാറിയപ്പോൾ ആ ഒരു തിരക്കായിട്ടൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞാൽ ഐ തിങ്ക് വിതിൻ ഒരു 10 days അല്ലെങ്കിൽ 2 weeksനുള്ളിൽ അതിന്റെ ഇത് റിപ്പോർട്ട് വരും. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതല്ല, ഏതാ ആ രീതിയിൽ SITയുടെ ഈ രീതിയിലുള്ള. അപ്പോൾ അതാ പ്രതീക്ഷിക്കുന്നു. അന്വേഷണങ്ങൾ അതെല്ലാം തന്നെ അതൊന്നും വിഷയമൊന്നുമില്ല. ITയുടെ കഥ അങ്ങനെ തന്നെ പോകുന്നത്. നോർമൽ എല്ലായിടത്തും ഉണ്ടാവുന്ന സെർച്ചുകൾ നമ്മൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാനും ചെയർമാനും ഒറ്റ ഇതിൽ നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ അത് നോർമൽ ഇപ്പോൾ IT ആയാലും GST ആയാലും ഏത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എപ്പോഴെങ്കിലും വരാം. ആ കൂട്ടത്തിൽ ഒരു 4-5 ബിൽഡേഴ്സിന്റെ ഉണ്ടായിരുന്ന ആ സമയത്ത് അത് ഇവിടെയും ഒന്നിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെയർമാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അല്ലേ അറിയാൻ പറ്റും. അത് അവര് നോക്കുന്നത് എന്താണ് റീസൺ എന്നുള്ളതാണ്. റീസൺ അപ്പൊ അവര് എൻക്വയറി നടത്തി എല്ലാ ആൾക്കാരെയും ചോദിച്ചും പിടിച്ചും നടത്തുന്നതാണ്. അപ്പൊ അത് അവര് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു വലിയൊരു റീസൺ തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിലുള്ളത്. അങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം, അത് ആ സമയത്ത് നേരിട്ട ക്രൈസിസുകൾ വലുതായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ചെയർമാനായിരുന്നല്ലോ കമ്പനിയുടെ ഫേസ്. പുള്ളിയായിരുന്നു കൂടുതലും സോഷ്യൽ മീഡിയയിലും TVയിലും എല്ലാം കൂടുതലും വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ TVയിലൊന്നും വരാറില്ല. അപ്പൊ ജനങ്ങൾക്ക് അറിയാവുന്നത്, പബ്ലിക്കിന് അറിയാവുന്ന ഒരൊറ്റാളേ ഉള്ളൂ, ഡോക്ടർ റോയ് CJ. നമ്മൾ ഇങ്ങനെ പബ്ലിക് ഇതിൽ പോകാറുമില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നോർമലായിട്ട് ഇപ്പോൾ ഒരു പാർട്ടിയുടെ തന്നെ തലവൻ പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഇവിടെയും പല കോംപ്ലിക്കേഷൻസ് ആൾക്കാർ ചിന്തിച്ചു. ക്ലയൻസുകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. അവരെന്തായിരിക്കും ഫ്യൂച്ചർ എന്നൊക്കെ. പക്ഷെ ഞാൻ അന്നൊരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. പ്രസ് മീറ്റിൽ ഞാൻ ക്ലിയറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അനുസരിച്ച് ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഒരിടത്തും ഇല്ല ഇഷ്യൂസ്. ബിക്കോസ് ഒരാള് പോയതുകൊണ്ടോ ചെയർമാൻ പോയതുകൊണ്ടോ ഒരു കമ്പനി ഒരു 500 സ്റ്റാഫും 5000 ലേബർ വർക്ക്സൊക്കെ ഉള്ളൊരു കമ്പനിയിൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഇറ്റ് ഇസ് നോട്ട് എ വൺ മാൻ ആർമി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.